അതെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സി, എനിക്ക് 20 വയസ്സായി. ഐ എം നോട്ട് എ കിഡ് എനിമോർ. മനസ്സിലായില്ലേ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നോക്കണ്ട, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം എനിക്കൊക്കെ ആയിട്ടുണ്ട്. ശരി, എന്താ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ബസ്സിലും സ്കൂട്ടറിലും എനിക്ക് ഇനി കോളേജിൽ പോകാൻ പോയാൽ എനിക്കൊരു കാർ വേണം. ലൈസൻസ് എടുത്തിട്ട് 2 വർഷമായി. എന്റെ ഫ്രണ്ട്സ് പലരും കാറിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാർ വേണം, അതും ബ്രാൻഡ് ന്യൂ. പിന്നെ ഞാൻ എപ്പോ വീട്ടിലേക്ക് വരുന്നു, എപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു, അതൊന്നും ഒന്നും ചോദിക്കാനൊന്നും പാടില്ല. സി, ഐ എം എ മെച്ചുവർഡ് ഗായ്. ഇതിപ്പോ അങ്ങോട്ട് പോകുമ്പോ എങ്ങോട്ടാ പോണേ, അങ്ങോട്ട് പോകുമ്പോ ഏത് സൈഡിലേക്കാ പോണേ, എപ്പോഴാ വരണേ, ഞാൻ ചിലപ്പോൾ നേരത്തെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് വരും. ഐ നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട്സ് റോങ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട അങ്ങോട്ട്. ഒരുമാതിരി കൊച്ചു കുട്ടികളോട് പറയണം മതി. ശരി, ഇനി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ വീട്ടിൽ വരും, അല്ലെ ചിലപ്പോൾ ബോയ്സ് ഉണ്ടാവും, ഗേൾസ് ഉണ്ടാവും. ഞങ്ങളിവിടെ ചിലപ്പോൾ ഹൈ വോളത്തിലൊക്കെ പാട്ടൊക്കെ വയ്ക്കും. ഞങ്ങൾ ഡാൻസ് ചെയ്തെന്നൊക്കെ വരും. ചിലപ്പോൾ അവർ സ്റ്റേ ബാക്ക് ചെയ്തൊന്നും വരും. അത് പിന്നെ നെയ്ബേഴ്സിന് ശല്യം എന്ന് പറഞ്ഞിട്ട് എന്റെ മേത്ത് മെക്കെട്ട് തരാൻ വരുന്നത്. മൈ ഫ്രണ്ട്സ് ആർ വെരി പ്രഷ്യസ് ടു മീ. ഡോണ്ട് ട്രബിൾ ദം. ഒരാളുടെ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ ഡ്രസ്സിങ്ങളാണ്. ഇതുപോലെ ഓഞ്ഞ നൈറ്റി ഒക്കെ ഇട്ടിരുന്ന ഒരു വില ഉണ്ടാവില്ല. സി, ഐ ഓൺലി വെയർ ബ്രാൻഡഡ് വൺസ്. അല്ലാതെ ഒരുമാതിരി. പിന്നെ അമ്മയ്ക്ക് ഒരു കെട്ട സ്വഭാവമുണ്ട്. ഞാൻ ഫോൺ എടുത്ത് കഴിയുമ്പോൾ ഏതവളോട് ചാറ്റ് ചെയ്യാനാ, ഏതവളെ വിളിക്കാനാ, എത്ര നേരം സൊല്ലിക്കൊണ്ടിരിക്കണോ. അത് കഴിഞ്ഞിട്ട് ഒരു ഫോൺ ചെക്ക് ചെയ്യല്. സി മാൻ, ഐ ജസ്റ്റ് കാൻറ്റ് ടോളറേറ്റ് ദിസ്. നിങ്ങളൊക്കെ സ്പൈ വർക്ക് കാരണം ഞാൻ ബാത്റൂമിൽ പോയി സംസാരിക്കുന്നു. ഗൈസ്, ജസ്റ്റ് ലീവ് മീ അലോൺ. ഐ ആം എ മാൻ നൗ. മൈ ഡിയർ മാൻ, കുറച്ച് കാര്യങ്ങൾ പറയാം. നിന്റെ ഫസ്റ്റ് ഡിമാൻഡ് നിനക്ക് കാർ വേണം. നീ മേടിച്ചോ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നീ ഒരു കാർ അങ്ങ് മേടിച്ചോ? അതെ, ഇപ്പൊ ഏത് ജോലിയും കൂലി ഇല്ലാത്തവനും ബാങ്ക് ലോൺ കിട്ടും. നിനക്കാണെങ്കിൽ ഇതുവരെ ലോൺ എടുക്കാത്തതുകൊണ്ട് നല്ല സിബിൽ സ്കോറും കാണും. പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത്, ഫാസ്ടാഗ്, സർവീസിന്, ഇതിന്റെയൊക്കെ പൈസ നീ തന്നെ കണ്ടെത്തണം. അതെ, ആ കാറിൽ നിനക്ക് കോളേജിലേക്ക് മാത്രമല്ല ഗോവയ്ക്ക് വരെ ടൂർ പോവാം. നിന്റെ കാറ്, നിന്റെ പെട്രോൾ. പിന്നെ രണ്ടാമത്, നീ വീട്ടിൽ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. നിന്നോടാരും ചോദിക്കരുത്. അവൻ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചാൽ നമ്മൾ ആരെങ്കിലും ചോദിക്കാൻ പോകും? അവിടെ നിനക്ക് തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം. നിന്റെ ബോയ് ഫ്രണ്ട്സിനെയും നിന്റെ ഗേൾ ഫ്രണ്ട്സിനെയും ആ വീട്ടിൽ കൊണ്ടുവരാം. അതെ, ഇവിടെ ആകുമ്പോ എനിക്ക് പണിയാ, ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കണം. ഇതാകുമ്പോ നിന്റെ പൈസ കൊണ്ട് ഓൺലൈനിൽ ഫുഡ് മേടിക്കാം. നിന്റെ സ്വന്തം പൈസ കൊണ്ട് ചിക്കൻ ലോലിപോപ്പ് വരെ നിനക്ക് മേടിച്ചു. നിന്റെ വീടാകുമ്പോ നിനക്ക് അവിടെ DJ പാർട്ടി നടത്തുവോ, തുള്ളുവോ, ചാടുവോ, മറിയോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരും ചോദിക്കില്ല. നെയ്ബേഴ്സ് ബുദ്ധിമുട്ടിച്ചു എന്ന് ഞങ്ങൾ ഏതായാലും പറയില്ല. എടി, ആ ടൗണിലെ ബ്രാൻഡഡ് ഷോറൂം പുതിയത് തുടങ്ങിയിട്ടില്ലേ? അതിന്റെ നേരെ മുകളിൽ ഒരു 5-6 ഫ്ലാറ്റ് കൊടുക്കാൻ കിടക്കുന്നുണ്ട്. അത് മേടിച്ചാൽ നിനക്ക് താഴെയുള്ള ബ്രാൻഡഡ് ഷോറൂമിൽ നിന്ന് എന്ത് വേണമെങ്കിലും മേടിക്കാം. ബ്രാൻഡഡ് ജെട്ടി വരെ അവനിടാം. എടാ മോനെ, അവിടുന്ന് അമ്മയ്ക്ക് 2 ബ്രാൻഡഡ് ആയിട്ട് മേടിച്ചാണ് കേട്ടോ. എനിക്കോ ഇവക്കോ ഇവിടെ ആരെയും വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ ഒന്നുമില്ല. നമുക്ക് വൈഫൈയുടെ ആവശ്യം പോലും ഇല്ല. മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചു പോകും. അത്രയ്ക്കുള്ള മെസ്സേജ് നമ്മൾ അയക്കണം. ഇനി ഇതൊന്നും അല്ല, നീ ഇവിടെ തന്നെ തുടരാനാ ഉദ്ദേശമെങ്കിൽ ആ വൈഫൈയുടെ ചാർജ് നീ കൊടുത്തേരെ, ആ മൊബൈൽ ഡാറ്റയുടെ ചാർജ് നീയും കൊടുത്തേക്ക്. നീ എത്ര നേരം വേണമെങ്കിൽ വിളിക്കുവോ, സൊല്ലുവോ, എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോ. ഞങ്ങൾ മേടിച്ചെന്ന ഫോണാണെങ്കിൽ ഞങ്ങളത് ചെക്ക് ചെയ്യും. അവൻ കാശ് കൊടുത്ത് മേടിച്ച ഫോണാണെങ്കിൽ നമ്മളെന്തിനാ ചെക്ക് ചെയ്യാൻ പോണേ? അതിന്റെ ആവശ്യമില്ലല്ലോ. അവൻ ബാത്റൂമിൽ പോകേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളെ പേടിച്ചെന്നെ ആരും ബാത്റൂമിൽ പോയിരിക്കോ, തൊഴുത്തിൽ പോയിരിക്കോ ഒന്നും വേണം. അവൻ അതൊക്കെ മനസ്സിലാവടി. അവൻ മാൻ അല്ലേ, മാൻ. ഷോ, എന്റെ മോൻ എന്തോ ഒരു സൗഭാഗ്യങ്ങളായി. സ്വന്തമായിട്ട് ഫ്ലാറ്റ്, കാറ്, മൊബൈല്, ഫ്രണ്ട്സ്, പാർട്ടി. ഞാനിതൊക്കെ നേടിയെടുക്കാൻ 10-48 വർഷം എടുത്തു. നീ ഭയങ്കരനാട്ടോ. എടാ മാനെ, നീ എപ്പോഴാ ഇറങ്ങണേ? ആ അലമാരയുടെ മുകളിൽ വലിയൊരു പെട്ടി ഇരിക്കുന്നത്. അതിൽ നിന്റെ സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്തു. അത് നീ സ്വന്തമായിട്ട് എടുത്തോ. ഞങ്ങളായിട്ട് ഒന്നും തന്നില്ല. അതിപ്പോ ഈ പണ്ടുള്ളവര് പറഞ്ഞ ശരിയാ. പണ്ടുള്ളവര് പറഞ്ഞ എന്ത് ശരി? അതെ, ഈ മാതാപിതാക്കളൊക്കെ അനുസരിച്ചിട്ട് വേണം മക്കള് ജീവിക്കാനേ. ഇപ്പൊ ഇംഗ്ലീഷ് ഒന്നും വന്നില്ലേ? അല്ല, ഈ 20 എന്നൊക്കെ പറയുമ്പോ വോട്ട് ചെയ്യാനുള്ള പ്രായമായിട്ടുള്ളൂ. 21 ആയിട്ടില്ലല്ലോ. 21 ആയാല്? അല്ല, 21 വിവാഹപ്രായമാണല്ലോ. അതുകൊണ്ട് അപ്പോഴല്ലേ മെച്ചൂരിറ്റി ആവുള്ളൂ. അതിന് എനിക്ക് 1 വർഷം കൂടെ ഉണ്ട്. അപ്പോഴേ ഞാൻ മാൻ ആകുള്ളൂ. മാനേ അല്ല, നീ എങ്ങോട്ടേ പോണേ? ഞാനിപ്പോ ജനല് വഴി സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് അങ്ങനെ സ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് ഇറങ്ങി ഓടാൻ പോവാ. അങ്ങനെയൊന്നും ഭാവിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ വളർത്തുന്നത്. നീ ഒരു ചായ എടുക്കുക. അവന്റെ ഓരോ